വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഒരു അരമുക്കാൽ മണിക്കൂറിന് മുമ്പ് ഇസ്രയേൽ ലെബനോനിലെ ബീറൂട്ടിൽ ഹെസ്ബുള്ളയുടെ സെൻട്രൽ ഹെഡ് ക്വാർട്ടറിനായിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യോമാക്രമണം നടത്തി. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എയർ സ്ട്രൈക്ക് ആയിരുന്നു. ഹസൻ നസറല്ല എന്ന് പറയുന്ന ഹെസ്ബുള്ളയുടെ തലവൻ ഒളിച്ചിരിക്കുന്ന ആ ഒരു ബങ്കറിന് തന്നെ നേരെയായിരുന്നു ഈ ഒരു എയർ സ്ട്രൈക്ക്. വളരെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ആമുനീഷൻ, അതായത് ജെ-ഡാംസും ബങ്കർ ബസ്റ്റിംഗ് ബോംസും എല്ലാം ഉപയോഗിച്ച് ഉറപ്പായിട്ടും ആ ഒരു സ്ട്രൈക്കിനെ അതിജീവിക്കുവാൻ, ആ ബങ്കറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നസറല്ല ഉണ്ടെങ്കിൽ അതിജീവിക്കുവാൻ സാധ്യതകളില്ല. ഇസ്രയേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു UN ജനറൽ അസംബ്ലിയെ അവിടെ അഭിസംബോധനയെല്ലാം ചെയ്ത് തൻ്റെ ആ സ്പീച്ച് കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു ഇവിടെ ഈ ഒരു ആക്രമണം. എന്തായാലും ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം ഇസ്രയേൽ ഇപ്പോൾ ലെബനോനകത്ത് നേരിടുന്ന, അതായത് ഈ ലെബനോനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വന്നുകൊണ്ടിരുന്ന ഈ റോക്കറ്റുകൾ, ഹെസ്ബുള്ള അയച്ചുകൊണ്ടിരുന്ന റോക്കറ്റുകൾക്ക് പ്രതികരണമായിട്ട് ചെയ്തതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ആയിരുന്നു ഇപ്പോൾ നടന്നത്. എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ്. സിറിയ, ഇറാഖ്, പിന്നെ യമൻ, ചിലപ്പോൾ ഇറാനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ചിലപ്പോൾ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ പ്രതികരണ സ്ട്രൈക്കുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇസ്രയേൽ ഇപ്പോൾ ഹൈ അലേർട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഈ ഇൻഫർമേഷനും പിക്ചേഴ്സും ക്ലിപ്സും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രെയിറ്റ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോവുക, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സ്ട്രൈക്കും അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷനും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണിപ്പോൾ. ഗാസയിൽ നമുക്കറിയാം ഹമാസിൻ്റെ 24 ബറ്റാലിയനിലെ 23 എണ്ണത്തിനെയും ഓൾറെഡി ഇസ്രയേൽ IDF തീർത്തു കഴിഞ്ഞു. അപ്പോൾ ഹെസ്ബുള്ളയുടെയും കൈകാര്യം ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇസ്രയേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ലെബനോനിലുള്ള ആളുകൾ അവർ ഫ്രീഡത്തിലേക്ക് വരട്ടെ. ഹെസ്ബുള്ളയുടെ ആ പിടിയിൽ നിന്ന് മാറി ലെബനോനിലെ ആളുകൾ സമാധാനത്തിൽ അവിടെ താമസിക്കുവാനായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ. അതുകൊണ്ട് ഇസ്രയേലിനെ വഹിച്ച് പ്രാർത്ഥിക്കുക, ആ പ്രദേശത്തെ തന്നെ വഹിച്ച് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ തന്നെ മറ്റുള്ളവരിലേക്ക് വേഗം ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. So God bless.